താൽക്കാലിക ജോലി നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ കഴിയുന്നതിനിടെ കെഎസ്ആർടിസി കണ്ടക്ടർ ആത്മഹത്യ ചെയ്തു. ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയെ തുടർന്നുള്ള മാനസിക വിഷമമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കെഎസ്ആർടിസിയിൽ 18 വർഷമായി താൽക്കാലിക കണ്ടക്ടറായി ജോലി ചെയ്തിരുന്ന മുളിയാർ മജക്കാറിലെ യോഗീഷ് കുമാറാണ് വീടിനു സമീപത്തെ ഷെഡിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുളിയാർ മജക്കാറിലെ പരേതനായ മഹാലിംഗ പാട്ടാളിയുടെ മകനാണ് യോഗീഷ്. കാസർഗോഡ് സുള്ളിയ റൂട്ടിൽ താൽക്കാലിക കണ്ടക്ടറായാണ് ജോലി ചെയ്തിരുന്നത്. തിങ്കളാഴ്ച രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമാണ് സംഭവം നടന്നതെന്നാണ് വിവരം. യോഗീഷും മാതാവ് ബേബിയും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. മാതാവ് ബന്ധുവീട്ടിലേക്ക് പോയി മടങ്ങിയെത്തിയപ്പോഴാണ് പുതുതായി നിർമ്മിച്ച വീടിനു പിന്നിലെ ഷെഡിൽ മകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജോലി സംബന്ധമായ അനിശ്ചിതത്വവും മാനസിക സമ്മർദ്ദവുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും സംശയിക്കുന്നത്. യോഗീഷന്റെ അമ്മാവനാണ്, എൻ്റെ ചേച്ചിയുടെ മകനാണ്. സംശയം പ്രത്യേകിച്ച് പറയാത്ത കാരണങ്ങളൊന്നും നമുക്ക് അറിഞ്ഞിരുത്തില്ല. പിന്നെ ആള് കുറച്ച് സൈലൻ്റ് ആണ്. ആരോടും ഒരു ബുദ്ധിമുട്ടിന് പെരുമാറ്റിന് മറ്റേ ഡ്രഗ്സോ പുകവലിയോ മദ്യപനോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ദുശ്ശീലമുള്ളത് കുട്ടിയാണ്. പിന്നെ ഇപ്പം അറിയാൻ പറ്റിയത് ആരോടോ ഫ്രണ്ട്സിനോട് ജോലി സംബന്ധമായ കാര്യത്തിൽ ചെറിയൊരു അരാജകത്വം അസ്ഥിരത കാണുന്നുണ്ട്. 18 വർഷങ്ങളായി KSRTCയിൽ ടെമ്പററി ജോലി ചെയ്യുന്നത്, ടെമ്പററി കണ്ടക്ടറായിട്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ആൾക്കാരെ പിരിച്ചു വിട്ടതും മറ്റേ കുറേ ആൾക്കാരെ പിരിച്ചു വിടാൻ പോകുന്നുണ്ടെന്നെല്ലാം പറയുന്ന ഒരു ന്യൂസ് കിട്ടിയതുകൊണ്ട് ഇപ്പോൾ അത് അവന് കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കല്യാണം ജനുവരി 31 കല്യാണം ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ അന്നേരം ഈ കല്യാണം ഫിക്സ് ചെയ്തിട്ട് ജോലി പോകുമെന്നുള്ളൊരു പേടിയാണ് ഇതിൻ്റെ അതല്ലാതെ വേറെ നമുക്ക് അറിഞ്ഞിരുത്ത ഒരു കാരണങ്ങളും ഇല്ല. ഇതാണ് ഇപ്പോൾ നമുക്കറിയാൻ പറ്റിയത്. വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി നമുക്കറിയില്ല. മറ്റു കുടുംബ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അതായത് ഒരു അമ്മയും മോനും മാത്രമേ വീട്ടിലുള്ളൂ. 3 പെൺകുഞ്ഞുങ്ങളാണ്. അവരൊക്കെ 3 നാൾ കല്യാണം കഴിഞ്ഞ് പോയി. വീട്ടിൽ അമ്മയും മോനും മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറേ അത്യാവശ്യത്തിന് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ജീവിച്ച് പോകാനുള്ള ഏർപ്പാടൊക്കെ അവിടെ ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും അറിഞ്ഞെടുത്തേക്കില്ല. ഇപ്പോൾ ഈടായിട്ട് അച്ഛൻ മരിച്ചു. അച്ഛൻ ഒരു 4 മാസം മുമ്പ് മരിച്ചതേ ഉള്ളൂ, സുഖമില്ലാതായിട്ട്. അതിന് ശേഷമാണ് ഈ കല്യാണം ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. എന്നാൽ മരണത്തിന്റെ യഥാർത്ഥ കാരണമുൾപ്പെടെ എല്ലാ സാഹചര്യങ്ങളും വിശദമായി അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ആദൂർ SI കരുണാകരൻ KMAയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്.